1000-ലധികം ആളുകളെയാണ് ഇന്ത്യ ഇന്ന് രക്ഷപ്പെടുത്തിയത്. ജിബൂട്ടിയിലെത്തിയ ഇവർ നാളെ നാട്ടിലേക്ക് തിരിക്കും. അതേസമയം കഴിഞ്ഞ ദിവസം ജിബൂട്ടിയിലെത്തിയ 375 മലയാളികളുമായി എയർ ഇന്ത്യ വിമാനം അല്പസമയത്തിനകം കൊച്ചിയിലെത്തും. വിവരങ്ങളുമായി അരുൺ ചേരുകയാണ്. അരുൺ, എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? അളകനന്ദ, 1000-ലേറെ പേരെയാണ് ഇന്ന് യമനിൽ യുദ്ധഭൂമിയിൽ നിന്ന് ഇന്ത്യക്ക് രക്ഷപ്പെടുത്താനായത്. ഇതിൽ സനയിൽ നിന്ന് 3 വിമാനങ്ങളിലായി 580 പേരെ ജിബൂട്ടിയിൽ എത്തിച്ചപ്പോൾ ഹുദൈദയിൽ നിന്ന് INS മുംബൈയിൽ 479 പേരെയാണ് ഇന്ന് ജിബൂട്ടിയിൽ എത്തിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ന് പുലർച്ചെ ജിബൂട്ടിയിലെത്തിയ ആൾക്കാരുമായുള്ള വിമാനം യാത്ര തിരിച്ചിരിക്കുകയാണ്. ഇതിൽ 376 പേർ അല്പസമയത്തിനകം നെടുമ്പാശ്ശേരിയിലെത്തും. 176 പേർ പുലർച്ചെ 2 മണിയോടുകൂടി മുംബൈയിലെത്തും. രക്ഷാപ്രവർത്തനത്തിനിടെ ചില പ്രതിഷേധങ്ങൾക്കും ഇന്ന് യമൻ വേദിയായി. സനയിൽ പ്രവർത്തിക്കുന്ന കുവൈറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആശുപത്രിയിൽ നിന്നും മലയാളി നഴ്സുമാർ കുടിശ്ശിക കിട്ടാനുള്ള 3 മാസത്തെ ശമ്പളം കുടിശ്ശിക കിട്ടാനുണ്ട്. ഇതിനായി അവർ പ്രതിഷേധം രേഖപ്പെടുത്തി. 192 മലയാളികളാണ് ഇന്ന് സമരം ചെയ്തത്. പിന്നീട് ഇന്ത്യൻ എംബസി ഇടപെട്ടതിനെ തുടർന്ന് ശമ്പളം നൽകുമെന്ന ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. അതേസമയം പടിഞ്ഞാറൻ യമന്റെ വിവിധ മേഖലകളിൽ ഇപ്പോഴും പാസ്പോർട്ട് ലഭ്യമാകാത്തതിനെ തുടർന്ന് നിരവധി നഴ്സുമാർ കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്തയും വന്നു. മറ്റൊരു പ്രതിഷേധ വാർത്ത വന്നത് ജിബൂട്ടിയിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം ഹുദൈദിൽ നിന്ന് യാത്ര തിരിച്ച കപ്പൽ മുക്കാലയിൽ എത്തിയപ്പോൾ അവിടെ നിന്ന് തുടർന്നും നാട്ടിലേക്കുള്ള യാത്ര കപ്പലിൽ ആകുമെന്ന അറിയിപ്പ് വന്നതോടെയാണ് മലയാളികൾ അടക്കമുള്ളവർ പ്രതിഷേധം അറിയിച്ചത്. കഴിഞ്ഞ 2 ദിവസമായി ഞങ്ങൾ കപ്പലിലിരുന്ന് യാത്ര ചെയ്യുകയാണ്. ഇനി കപ്പൽ വഴിയാണ് നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഏതാണ്ട് 9 ദിവസം എത്തും നാട്ടിലെത്താൻ. അങ്ങനെ 9 ദിവസം കൂടി കപ്പലിൽ സഞ്ചരിക്കാൻ കഴിയില്ല, ഞങ്ങളെ പീഡിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. VK സിംഗ് ഇവരോട് നേരിട്ട് സംസാരിച്ചെങ്കിലും യാത്രക്കാർ അതിന് വഴങ്ങിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. റെഡ് ക്രോസ് നേരത്തെ 24 മണിക്കൂർ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആഹ്വാനം ചെയ്തിരുന്നു. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത് ദുബായിൽ നിന്ന്. സംഘർഷബാധിത മേഖലയായ മുക്കലയിൽ നിന്ന് ജിബൂത്തിയിൽ എത്തിച്ചവരെ കപ്പലിൽ തന്നെ നാട്ടിലേക്ക് അയക്കാൻ തീരുമാനിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കി. കപ്പലിൽ നിന്ന് ഇറങ്ങാതെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതോടെ നാളെ വിമാനത്തിൽ തന്നെ നാട്ടിലേക്ക് അയക്കാമെന്ന് കേന്ദ്രമന്ത്രി VK സിംഗ് ഉറപ്പ് നൽകിയതായി ജിബൂട്ടിയിൽ നിന്ന് ബാബു എന്നയാൾ ഏഷ്യനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതൊക്കെ ഇന്നിപ്പോ രാത്രിയായി, അതുകൊണ്ട് നിങ്ങൾ കപ്പലിലേക്ക് മാറണം, താമസിക്കാൻ വേറെ സ്ഥലമില്ല ഈ രാജ്യത്ത്, അതുകൊണ്ട് നിങ്ങൾ കപ്പലിലേക്ക് മാറണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ VK സിംഗിനോട് പറഞ്ഞു, ഓക്കെ, ഈ നമ്മുടെ വാർഷിപ്പ് മറ്റുള്ള ഇന്ത്യക്കാരെ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തേണ്ടതുള്ളത് കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിത്തരാം. പക്ഷേ ഉത്തരവാദിത്വം നിങ്ങൾ മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അനുസരിക്കുകയാണ്, മറ്റ് കപ്പലിലേക്ക് കയറുകയാണ്. പക്ഷെ ഞങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കപ്പൽ നാട്ടിലേക്ക് ഞങ്ങൾ അറിയാതെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ അത്തരത്തിലുള്ള ഉറപ്പ് അദ്ദേഹം തന്നിട്ടുണ്ട്. നാളെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാന്നുള്ള ഉറപ്പ് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ മറ്റ് കപ്പലിലേക്ക് മാറുകയാണ്. ഇന്ത്യക്കാർ രാജ്യം വിടണമെന്ന യമൻ സർക്കാർ അന്ത്യശാസനം നൽകിയിട്ടില്ലെന്ന് മന്ത്രി KC